ഞങ്ങളൊക്കെ ഉള്ളതാ. ഇല്ല കളയത്തില്ല അയ്യോ കളയത്തില്ല കേട്ടമ്മേ. ആരോരും തുണയില്ലാതെ റോഡിന്റെ വക്കിലും അയൽപക്കത്തെ വീടിന്റെ ചായ്പിലും കിടന്ന വയോധികയെ രക്ഷപ്പെടുത്തി വയോജന കേന്ദ്രത്തിലെത്തിച്ചു. കൊല്ലം ഉളിയൻകോവിൽ സ്വദേശിയായ കമലാക്ഷിയാണ് വർഷങ്ങളായി നരകജീവിതം നയിച്ചു വന്നത്. ഇടത്തരം കുടുംബാംഗമായിരുന്ന കമലാക്ഷിയമ്മയ്ക്ക് മകൻ മാത്രമായിരുന്നു ഏകാശ്രയം. എന്നാൽ മകൻ പെട്ടെന്നുണ്ടായ അസുഖം മൂലം മരണപ്പെട്ടതോടെ മകന്റെ ഭാര്യ കമലാക്ഷിയമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഉളിയൻകോവിലുള്ള ഉപയോഗശൂന്യമായ ഒരു വാഹനത്തിലായിരുന്നു കിടപ്പ്. ഇത് കണ്ട ഉളിയൻകോവിൽ കുറുവയൽ സ്വദേശിനിയായ ഓമന എന്ന സ്ത്രീ ഇവരെ കൊണ്ടുവന്ന് വീട്ടിൽ പാർപ്പിച്ചു. എന്റെ പേര് കമലാക്ഷി. മക്കളൊക്കെ എന്ത് ചെയ്യും? മക്കളില്ല, ഒരാളേ ഉള്ളു. ഒരാള് മരിച്ചുപോയി. അങ്ങനെ ഇവിടെ വന്നതാ, വേറെ ആരുമില്ല. ഇവിടെ താമസിക്കുന്നത്? അങ്ങനെ എന്റെ മോനും ഇവിടെ കിടന്നാ മരിച്ചത്. അപ്പൊ ഞാനിവിടെ അവിടെ ഞാൻ ഓമനയോടെ ആയിരുന്നു. എന്നാൽ പിന്നീട് ഇവർക്കും പ്രയാസമായതോടെ കമലാക്ഷിയമ്മ ഇവരുടെ വിറകുപുരയിൽ കിടത്തിയായി. ഓമനയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം കമലാക്ഷിയമ്മയെ നോക്കാനും പറ്റതായി. ഈ 2 വർഷം കൊണ്ട് നമ്മളാ നോക്കുന്നത്. അവനങ്ങ് വന്ന് ഇപ്പം മരിച്ചിട്ട് ഇവിടെ വന്ന് 1 മാസം ആയപ്പോഴത്തേക്ക് അവൻ മരിച്ചു. ഈ ഒരു മോനെ ഉള്ളായിരുന്നു? ഈ ഒറ്റ മോനെ. മോന് വീടൊന്നും ഇല്ലായിരുന്നു? മോനെ അവളെല്ലാം അവളെ പേരിലാക്കി, അവളെല്ലാം അവളങ്ങ് അപകരിച്ചു. ഇവര് കോടീശ്വര പോലെ പണം ഉണ്ടാക്കിയ പെണ്ണുമ്പിള്ള എല്ലാം അവള് നശിപ്പിച്ച്. നോക്കത്തില്ല. അവളെ ഇറക്കി വിട്ട് വല്ല കടയുടെയും നമ്മളെ കച്ചിക്കടയുടെ മുമ്പിലത്തെ അവിടെ ഒരു ഓട്ടോയ്ക്കകത്ത് കിടക്കുന്ന അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു ഒരു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞ് ഇവിടോട്ട് ഇറക്കാൻ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ 2 വർഷം നോക്കി നമുക്കിപ്പോൾ നോക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഞാൻ ആശുപത്രിയായിട്ട് കിടക്കുന്നത്, എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് വാർഡ് കൗൺസിലർ അഭിലാഷ് പറഞ്ഞതനുസരിച്ച് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷ്, ശ്യാം ഷാജി എന്നിവർ എത്തി കമലാക്ഷിയമ്മയെ വർക്കലയിൽ പ്രവർത്തിക്കുന്ന പുനർജനി അഭയ കേന്ദ്രത്തിലെത്തിച്ചു. ഈ അമ്മയുടെ ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് ആ അമ്മയുടെ മകനായിരുന്നു. ആ മകൻ മരണപ്പെട്ടതിന് ശേഷം ഈ അമ്മയ്ക്ക് കറക്റ്റായിട്ടൊരു ആഹാരം പോലും കഴിക്കാൻ വയ്യാത്തൊരു സ്ഥിതി, അമ്മയ്ക്ക് ജോലിക്ക് പോലും പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. തൊട്ടടുത്ത അയൽവാസിയായ ഓമന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവരെ സംരക്ഷിച്ചു പോരുന്നത്. എന്നാൽ അവർക്കും വയ്യാതായതോടുകൂടി ഇവരെ സംരക്ഷണം വളരെ കഷ്ടത്തിലാവുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വർക്കലയിൽ നമ്മുടെ ഗണേശായിട്ട് ഇടപെട്ടുകൊണ്ട് വർക്കലയിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുമില്ല, അതുകൊണ്ട് ഈ ഓമന ചേച്ചിയുടെ സംരക്ഷണയിൽ തന്നെയായിരുന്നു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർക്കും ഇപ്പം ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനും വയ്യാത്തൊരു അവസ്ഥ വന്നപ്പോൾ ഇവരെ നോക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് മാറ്റാനായിട്ടൊരു ശ്രമം ഉണ്ടായത്. കൊല്ലം.